മനു നോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 3യുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണിംഗ് തിയറീസും അതിൻ്റെ പ്രൊപ്പോണൻസിനെയും കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ബിഹേവിയറിസത്തിൻ്റെ പ്രൊപ്പോണൻസ് ആണ് ഇവാൻ പാവ്ലോവ്, BF സ്കിന്നർ, JB വാട്സൺ, തൊണ്ടേക്ക്. ഇനി ബിഹേവിയറിസത്തിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JB വാട്സൺ ആണ്. ഇവാൻ പാവ്ലോവിൻ്റെ തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. BF സ്കിന്നറിൻ്റെ തിയറിയാണ് ഓപ്പറാൻഡ് കണ്ടീഷനിങ്. പ്രൊപ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവ്ലോവ്, സ്കിന്നർ, JB വാട്സൺ ആൻഡ് തൊണ്ടേക്ക്. ഫൗണ്ടർ JB വാട്സൺ ആണ്. അതുപോലെ തൊണ്ടേക്കിൻ്റെ തിയറിയാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. അതിനെ ലോ ഓഫ് എഫക്റ്റ് എന്നും പറയുന്നു. അടുത്തത് കോഗ്നിറ്റിവിസത്തിൻ്റെ സപ്പോർട്ടർ അല്ലെങ്കിൽ പ്രൊപ്പോണൻസ് ആണ്. അത് ജീൻ പിയാഷെ, ജെറോം ബ്രൂണർ ആൻഡ് ഡേവിഡ് ഒസബൽ. ജീൻ പിയാഷെയുടെ തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. ജെറോം ബ്രൂണറിൻ്റെ തിയറിയാണ് ഡിസ്കവറി ലേണിംഗ് ആൻഡ് ഡേവിഡ് ഒസബലിൻ്റെ തിയറിയാണ് മീനിങ് ഫുൾ ലേണിംഗ് തിയറി. ഇനി ഫൗണ്ടറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീൻ പിയാഷെയാണ്. അതുപോലെ തന്നെ ലേ വൈഗോട്സ്കിയും ജോൺ ഡെവിയും കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളുകളാണ്. ഇൻഡിവിജ്വൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത് ജീൻ പിയാഷെ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ ZPD അല്ലെങ്കിൽ സ്കെഫോൾഡിങ് ഇതിൻ്റെയൊക്കെ പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത് ലേ വൈഗോട്സ്കിയാണ്. അതുപോലെ ലേണിംഗ് ബൈ ഡൂയിങ് ജോൺ ഡെവിയുടെയാണ്. അടുത്തത് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചാണ്. ഹ്യൂമാനിസത്തിൽ അബ്രഹാം മോസ്ലോ ഹിയറാർക്കി ഓഫ് നീഡ്സിൻ്റെ പ്രൊപ്പോണൻ്റാണ്. അതുപോലെ കാൾ റോജേഴ്സ് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിങ്ങിന് അതിൻ്റെ പ്രൊപ്പോണൻ്റാണ്. അവിടെ സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക. ടീച്ചർ ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. അടുത്തത് ആൽബർട്ട് ബന്ദൂര സോഷ്യൽ ലേണിംഗ് തിയറി. സോഷ്യൽ ലേണിംഗ് തിയറിയുടെ മറ്റൊരു പേരാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയും ഒബ്സർവ് ചെയ്തുകൊണ്ടുമുള്ള ഒരു പഠനമാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊപ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വക്താക്കളാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാപകനാണ്. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. കേട്ടറ്റിൻ്റെ പുതിയ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.